ഈ കാണുന്ന പർപ്പിൾ കളറും ഈ കാണുന്ന യെല്ലോയാണ് വെച്ചിട്ട് നമുക്കൊരു ക്രോഷ്യോ ബാഗ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാഗിനകത്തോട്ട് എത്രത്തോളം സൈസ് വേണം അത്രത്തോളം ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആ കാണുന്ന സെക്കൻഡിനകത്ത് സ്റ്റിച്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിന് നമുക്ക് 3 ലൂപ്സ് കിട്ടും. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്സും പുൾ ചെയ്യുക. ഇത് നമ്മൾ എല്ലാം ചെയ്തെടുക്കുക, എല്ലാ റോവും അതുപോലെ ചെയ്തെടുക്കുക. അതിന് നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യുക. നമ്മൾ ആ കാണുന്ന സ്റ്റിച്ചിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്യുക. അതായത് നമുക്ക് 3 ലൂപ്സ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്സും പുൾ ചെയ്യുക. അത് നമ്മൾ അടുത്ത സ്റ്റിച്ച് അങ്ങനെ ചെയ്യുക. അത് നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ അപ്പോൾ ഇത് തന്നെയാണ് വീണ്ടും ഓവർ ചെയ്യുക. ആ കാണുന്ന ടെയിൽ ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ ഇൻവിസിബിൾ ആക്കാൻ നോക്കാം. ഞാൻ പിടിച്ച പോലെ തന്നെ ഉള്ളിലോട്ട് പിടിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ യാൺ 3 ലൂപ്സ് കിട്ടും. തന്നെ യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്സും പുൾ ചെയ്യുക. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് വീണ്ടും 3 ലൂപ്സ് കിട്ടും. 3 ലൂപ്സും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ യെല്ലോ പോർഷൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ ഞാനൊരു 5 റോ ആണ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പുറത്ത് 5ഉം ഇപ്പുറത്ത് 5ഉം, അപ്പുറത്ത് ഇപ്പുറം ടോട്ടൽ 10 ആണ്. താഴെ ഞാൻ 6 എന്നാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പുറത്ത് 6ഉം ഇപ്പുറത്ത് 6ഉം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് ഓർഡറാണ്. ഞാൻ ഈ ബാഗ് ഇൻസ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ബാഗിനേക്കാളും കുറച്ച് ചെറുതാണ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് യാണ് തികയുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഞാൻ ഇതിൻ്റെ ഹാൻഡ് പോർഷന് ചെയ്തപ്പം കുറച്ച് ചെറുതായിട്ടുണ്ട്, യാണ് തികഞ്ഞില്ല. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് യാണ് വെച്ചിട്ട് ഒരു ബോ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.